മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ നിലപാട് മാറ്റി മാത്യു കുഴൽനാടൻ. വിജിലൻസിന് പകരം വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടു. ഹർജി ഉത്തരവ് പറയാൻ ഈ മാസം 12ലേക്ക് മാറ്റി. ഷഫീദ് റാവുത്തർ നൽകും തിരുവനന്തപുരത്ത് നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ. ഷഫീദ്, ഇന്നിപ്പോൾ വിധി പറയാനായി മാറ്റിയതാണ്, അതിപ്പോൾ വീണ്ടും മറ്റൊരു ദിവസത്തേക്ക് മാറ്റുന്നു. എന്താണ് ഇന്നിപ്പോൾ ഈ നിലപാട് മാറ്റാൻ മാത്യു കുഴൽനാടൻ നിലപാട് മാറ്റാനുള്ള കാരണം? എന്ത് നിലപാടിലേക്കാണ് മാറിയത്? കോടതി ഇതിൽ എന്തെങ്കിലും പരാമർശം നടത്തിയോ? പ്രജന, ഇതിന് മുൻപത്തെ പ്രാവശ്യം ഈ ഹർജിയിൽ കോടതി വാദം കേൾക്കുമ്പോൾ മാത്യു കുഴൽനാടനോട് ഇത് ഇന്ന് അന്വേഷണം ഏത് രീതിയിലാണ് ഹർജിയിൽ ആവശ്യപ്പെട്ട കാര്യത്തിൽ എന്ത് നടപടി എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ വിജിലൻസ് കോടതി അന്വേഷിക്കേണ്ട, നേരിട്ട് വിജിലൻസ് കോടതി അന്വേഷിക്കേണ്ട, പകരം വിജിലൻസ് അന്വേഷിക്കണമെന്നുള്ളതായിരുന്നു മാത്യു കുഴൽനാടന്റെ ഇക്കാര്യത്തിലെ ആവശ്യം. എന്നാൽ അങ്ങനെ ഒരു ആവശ്യം അത് മറ്റൊരു ഹർജിയായി കോടതിയിൽ നൽകണമെന്ന് വിജിലൻസ് കോടതി അറിയിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ ഹർജി കോടതി പരിഗണിക്കുന്നത്. സ്വാഭാവികമായും ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ വിജിലൻസ് കോടതി അന്വേഷിക്കണമെന്ന് കുഴൽനാടൻ ആവശ്യപ്പെടുകയായിരുന്നു. കോടതി വേണ്ട, വിജിലൻസ് തന്നെ അന്വേഷിക്കണമെന്നുള്ള മുൻപത്തെ ആവശ്യം തള്ളിയാണ് ഇപ്പോൾ ഈ നിലപാട് മാറ്റം മാത്യു കുഴൽനാടൻ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും വിശദമായ വാദം ഇക്കാര്യത്തിൽ കേൾക്കണമെന്നാണ് കോടതി നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജിയിൽ ഉത്തരവ് പറയാൻ 12ലേക്ക് മാറ്റിയിട്ടുള്ളത്. മറ്റെന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കോടതി അടുത്ത തവണ ഹർജി കേൾക്കുമ്പോൾ പറയാനും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ മകളടക്കമുള്ളവർക്കെതിരെയായിരുന്നു ഈ CMR ഇടപാടുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിൽ CMR ഇടപാടുമായി ബന്ധപ്പെട്ട അഴിമതി ഉണ്ടെന്നും അക്കാര്യം അന്വേഷിക്കണമെന്നും മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടത്. ഷഫീദ്, ഈ പഴയ നിലപാടിലേക്ക് മാറിയത് എന്തുകൊണ്ട് എന്നതിന് എന്തെങ്കിലും വിശദീകരണം നമുക്ക് ലഭിക്കുന്നുണ്ടോ? അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും മാത്യു കുഴൽനാടൻ വൃത്തങ്ങൾ പുറത്തുവിടുന്നുണ്ടോ? പ്രജിൻ, സാധാരണഗതിയിൽ ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അഴിമതി നടത്തി, അതുകൊണ്ട് സ്വാഭാവികമായും അക്കാര്യത്തിൽ ഒരു അന്വേഷണം വേണമെന്നാണ്. അപ്പോൾ ആ ഹർജിയിലെ ആവശ്യത്തിന്മേൽ കോടതി ചോദിച്ചത് വിജിലൻസ് അന്വേഷിക്കണമോ, വിജിലൻസ് കോടതി അന്വേഷിക്കണമോ എന്നുള്ളതാണ്. വിജിലൻസ് കോടതി അന്വേഷിച്ചാൽ അത് ഒറ്റത്തവണ തീർപ്പാക്കലിലേക്ക് കാര്യങ്ങൾ പോകും. എന്നാൽ വിജിലൻസ് അന്വേഷിച്ചാൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലടക്കം ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നുള്ള കാര്യം അതൊരു രാഷ്ട്രീയ ആയുധമാക്കാം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ അക്കാര്യത്തിലെ നിലപാട്. എന്നാൽ അത് പിന്നീട് ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങനെ നിലപാട് മാറ്റത്തിലേക്ക് ഇപ്പോൾ മാത്യു കുഴൽനാടൻ എത്തിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.